വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരമായ കുട്ടികളെ, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ മറ്റു മതത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് യേശുവിനെ സ്വന്തമാക്കി വരാം. ഹല്ലേലൂയ. നമുക്കറിയാം, ക്രൈസ്തവ മതം ഇന്ത്യയിലുണ്ടായില്ല. തോമസ് ലീഗയും ഫ്രാൻസിസ് സേവറും സോൺ ബിട്ടോയും അങ്ങനെയുള്ള വിശുദ്ധന്മാർ വന്നാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ അംഗങ്ങളാകാനായിട്ട് നമുക്ക് സാധിച്ചത്. അവിടെ അധ്വാനത്തിൻ്റെയും അവിടെ കർത്താവിനോടുള്ള ആ നിരന്തരമായ ആ കൂറുമാണ് ഇവിടെ വന്ന് വിശ്വാസം പകർന്നു നൽകാനായിട്ട് ഇടയായത്. നമ്മൾ അങ്ങനെയുള്ള വ്യക്തികൾ ഈശോയിലേക്ക് കടന്നു വരുമ്പോൾ പഴയകാല ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയും പഴയകാല ജീവിതങ്ങൾക്ക് പിന്നീട് തിരിച്ചു പോവുകയും ചെയ്യരുത്. അല്ലേ? അവിടെ വന്ന് മദ്യപാനം ഉണ്ടായിരുന്നൊരു കുടുംബം, ഭാര്യ പിരിഞ്ഞുപോയി. അതിനുശേഷം പിരിഞ്ഞു പോയപ്പോൾ അവൻ മനസ്സിലായി ഭാര്യ ചേരില്ല എന്ന് മനസ്സിലായി. അവർ ആരോ ഇവിടെ സ്റ്റുഡിയോയിൽ വന്നു, ഇടവകയിൽ ചെന്നു. അവർ മദ്യപാനം നിർത്താണെങ്കിൽ ഭാര്യ നിൻ്റെ കൂടെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ മദ്യപാനം അവൻ നിർത്തി. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം അവൻ എന്നോട് പറയാം, അച്ഛാ ഇപ്പം ഞങ്ങൾ സുഖകരമായിട്ടാണ് ജീവിക്കുന്നത്, പക്ഷേ എനിക്ക് മദ്യപിക്കണമെന്ന് എനിക്ക് തോന്നും. അച്ഛനൊരു കാര്യം ചെയ്യേണ്ടത്, എനിക്ക് മദ്യപിക്കാതിരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കണം. അല്ലേ? അറിയാം. കാരണം എന്താ, അവൻ കടന്നു വന്നു, വിശ്വാസം സ്വീകരിച്ചു, ഭാര്യയെ സ്വീകരിച്ചു, മക്കളെ സ്വീകരിച്ചു, സന്തോഷത്തോടുകൂടി ജീവിച്ചു പോകുമ്പോൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു പ്രലോഭനം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരിക. അതെല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. അല്ലേ? സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമുക്ക് പ്രലോഭനങ്ങൾ കടന്നു വരിക സുഖം. ഈശോയെ പിശാചനാൽ പരീക്ഷിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു കുടുംബം വർഷങ്ങൾക്കുള്ളിൽ യേശുവിൽ വിശ്വസിച്ച്, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ളിൽ വിശ്വസിച്ച് അവർ ദൈവമായിട്ടുള്ള അഭേദ്യമായ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. ഒരേ ഇടയ്ക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ അമ്മയ്ക്ക് അസുഖം വന്നു. അതിൽ നിന്ന് ഈശോ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി. ഹോസ്പിറ്റലുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു ഫുഡ് കഴിച്ചതിൻ്റെ ഫുഡിൻ്റെ പോയിസണായിരുന്നു ആ ശരീരത്തിൽ വ്യാപിച്ചത്. ഏകദേശം ഒരു ചെറിയൊരു ഫുഡ് കഴിച്ചതിന് 1-2 ലക്ഷം രൂപ ചിലവഴിക്കേണ്ടി വന്നു. അതിനുശേഷം അവർ വീണ്ടും പ്രാർത്ഥന നടത്തി പോകുമ്പോൾ അവർക്കൊരു സ്ഥലം, പ്രത്യേക ഒരു സ്ഥലം, അവരുടെ കാർന്നോമാരെ കയ്യിൽ നിന്ന് പോയ ഒരു സ്ഥലം തിരിച്ചു പഠിക്കാൻ അവർക്ക് ആഗ്രഹമാണ് തൊട്ടടുത്ത്. അപ്പോൾ ഇവരെ അറിയുന്നില്ല. അപ്പോൾ ഇത് വിറ്റ് പോയി എഗ്രിമെൻ്റ് ചെയ്തു. അതുകൊണ്ട് ഈ സ്ഥലം തിരിച്ചെടുക്കാൻ വേണ്ടി ഇവർ ആഗ്രഹിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി അധ്വാനിച്ച് ഇവരെ ചേട്ടന്മാരെല്ലാവരും കൂടി ഇതിനു വേണ്ടി ചെല്ലുന്ന സമയത്ത് കാര്യങ്ങളൊക്കെയും പറഞ്ഞു. അവർ തിരിച്ചെടുത്തപ്പോൾ അവർ പറയാം, കച്ചവടം ചെയ്തവർ പറയാം, ഞങ്ങൾ കുട്ടിച്ചാത്ത സേവനം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് വരുമ്പോൾ ആ പ്രവർത്തനം ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലേ? ഞങ്ങൾ കുട്ടിച്ചാത്ത സേനയുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈസ്തവരാണ്, അതിനുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ ഈ സ്ഥലം ഞങ്ങൾ വാങ്ങി അത് റിയൽ എസ്റ്റേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ ഞങ്ങൾ ഉപയോഗിക്കുന്ന ശക്തികളെക്കാളും വലിയൊരു ശക്തി ഇവിടെ പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിടെ സ്ഥലം നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോവുകയാണ്. കാരണം അതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ. ദൈവത്തിൻ്റെ ശക്തി മറ്റെല്ലാ ശക്തികളെയും നിർവീര്യമാക്കുന്ന ശക്തിയാണ്. അവർ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒരു അക്രൈസ്തവരായിരുന്നു. അവർ ഈശോയെ സ്വന്തമാക്കി, ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഈശോയുമായിട്ട് ബന്ധപ്പെടുന്നു. അവർ പിന്നീട് അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കോ പഴയ ജീവിതത്തിലോ ഒരിക്കലും പഴയ വിശ്വാസത്തിലേക്കോ അവർ പോയിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം അവർക്ക് വലിയ ശക്തനായിട്ട് അവരുടെ ചുറ്റും അവരുടെ കോട്ടയ്ക്ക് ചുറ്റും കാവലേർപ്പെടുത്തി. അല്ലേ? 93-ാം സങ്കീർത്തനത്തിൽ പ്രകാരമാണ്, അവൻ ശക്തനാ, അവനാണ് നമുക്ക് ചുറ്റും കോട്ടയും പാളയും വരും. 144-ാം സങ്കീർത്തനം, 145-ാം 146-ാം സങ്കീർത്തനമാണ്
നമ്മളിപ്പോൾ സങ്കീർത്തനമായിട്ട് ആലപിച്ചത്. കാരണം കർത്താവ് രാജാവായിട്ട് വരുന്നു. അല്ലേലിയാം, അല്ലേലിയാം, അല്ലേലിയാം. വേറൊരു കുടുംബം ഇപ്രകാരമാണ്. അവർ ഒരു ക്രൈസ്തവ കുടുംബത്തിലെ ഒരു വ്യക്തിയെ സ്നേഹിച്ച് വിവാഹം ചെയ്തു. ആ ചേച്ചി ഒരു അക്രൈസ്തവ സ്ത്രീയാണ്. പക്ഷേ അവർ കടന്നു വന്നു, അവരുടെ മക്കൾ വിവാഹം ചെയ്തു, മക്കളുടെ മക്കളായി. അവർ ഇപ്പോഴും അമ്മയുണ്ട്, മക്കളുടെ മക്കളായി. പക്ഷെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഈ മക്കളൊക്കെ വരുന്നത് നല്ല കുടുംബത്തിൽ നിന്നാണ്. പക്ഷെ അവർക്ക് അറിയില്ല, അമ്മ എന്തെങ്കിലും കാര്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അമ്മയുടെ പഴയ കാല ജീവിതത്തിലേക്ക് പള്ളിയിലും പോവും, ഒപ്പം സാത്താൻ സേവയ്ക്കും പോവും. അല്ലേലിയാ. അപ്പോൾ കൊച്ചിനെ ബുദ്ധിമുട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വലിയ വ്യത്യാസം വന്ന ഒരു പയ്യനാണ്. അപ്പോൾ അമ്മ പറയാണ്, അവനെ ഞാൻ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്ന സ്ഥലമല്ല, അതിലും വലിയ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീ പറയാണ്, എൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിൻ്റെ അരയിൽ ഏലസൊക്കെ ഉണ്ടായിരുന്നു. വെച്ചാൽ നല്ല കുടുംബമാണ്, ക്രിസ്ത്യാനിയുടെ കുടുംബമാണ്, പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. അമ്മ ഒരു അക്രൈസ്തവ സ്ത്രീയാണ്, തിരിച്ചു വന്നതാണ്, ഈശോയിലേക്ക് വന്നതാണ്. പക്ഷേ പഴയ കാല ജീവിതം, പഴയ പാരമ്പര്യം ഉപേക്ഷിക്കാനായിട്ട് അവർക്ക് ഒരിക്കലും സാധിക്കും. സ്നേഹമുള്ളവർ, പഴയ കാല ജീവിതം, പഴയ ജീവിതം നമ്മൾ ഉപേക്ഷിക്കാതെ ഒരു പുതിയ ജീവിതം നമുക്ക് പണിതുയർത്താനായിട്ട് എനിക്കോ നിങ്ങൾക്കോ സാധിക്കില്ല. അല്ലേ? അതുകൊണ്ട് ആഭിചാര പ്രവൃത്തിയിലേക്ക് പോകരുത്, അത് നിങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കും. മന്ത്രവാദത്തിന് കൂടോത്രത്തിന് പോകരുത്, അത് നമ്മുടെ കുടുംബങ്ങളെ ഇല്ലാതാക്കും. അല്ലേലിയാം. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇതിൻ്റെ ഗൗരവം അറിയാമോ? കാരണം കർത്താവ് എപ്പോഴും ക്ഷമിക്കുന്നവനാണെന്ന് ചിന്തിക്കരുത്. കർത്താവ് കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? കർത്താവിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദേവനെ നമ്മളെ വിട്ടുകൊടുക്കും. അത് വല്ല ദുരന്തങ്ങളായിരിക്കും, ദുർമരണങ്ങളായിരിക്കും. അല്ലേലിയാം, അല്ലേലിയാം. ചേട്ടൻ പറഞ്ഞു, ഞാനിപ്പോൾ അമ്മോട് എന്താ പറയണത്, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവുന്ന അപകടം നമുക്ക് വഴിയിൽ അപകടം കാത്തിരിക്കും. അല്ലേലിയാം. അതുകൊണ്ടാണ് ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഇപ്രകാരം പറയാണ്, പഴയ ഉടമ്പടി മാറ്റിയിട്ട് കർത്താവ് ഒരു പുതിയ ഉടമ്പടിയിലൂടെ നമ്മൾ പ്രസ്താവിക്കുകയാണ്. അതിൽ പ്രകാരം പറയുക, എബ്രായക്കാർക്ക് ലേഖനത്തിൽ 8:6 പ്രകാരം പറയാണ്, ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു. ഹെബ്രായക്കാരുടെ ലേഖനം നമുക്കറിയാം, പൗരോഹിത്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്ന ഒരു ലേഖന ഭാഗമാണ്. പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയെക്കുറിച്ചും മനോഹരമായിട്ട് വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ഹെബ്രായക്കാർ. അതിൽ പറയാണ്, ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളോട് കൂടിയ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് യേശു ക്രിസ്തു മാറുകയാണ്. അല്ലേലിയാം. യേശു ക്രിസ്തു മാറുകയാണ്. ദൈവമായ കർത്താവ് ചെയ്ത കാര്യം, പഴയ കാലത്ത് പ്രവാചകന്മാരെയും നേതാക്കന്മാരെയും രാജാക്കന്മാരെയും നമുക്ക് വേണ്ടി തന്നു. പക്ഷേ നേതാക്കന്മാരോ രാജാക്കന്മാരോ ദൈവം പറയുന്ന വഴിയിലൂടെ കടന്നുപോയില്ല. കുറേ നാൾ പോവും, കുറേ നാൾ കഴിയുമ്പോഴുണ്ടാവും വീണ്ടും തിരിച്ചവർ പഴയ ജീവിതത്തിലേക്ക് പോകും. അല്ലേലിയാം. ആ പഴയ ജീവിതത്തിലേക്ക് പോകുന്നതുകൊണ്ട് മനോഹരമായ ഒരു ദൃശ്യമാണ്, മനോഹരമായൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രകാരം പറയാം, ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിനെ അവസരം ഉണ്ടാകുമായിരുന്നില്ല. ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും ദൈവമായിട്ടുള്ള ഉടമ്പടി ശാശ്വതമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഒരു ഉടമ്പടി ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാകില്ല. അപ്പോൾ ആദ്യത്തെ ഉടമ്പടിയിൽ എന്തോ ഒരു പോരായ്മ അവിടെ ഉണ്ട്. അല്ലേലിയാം. ആദ്യത്തെ ഉടമ്പടിയിൽ പോരായ്മ ഉള്ളത് കൊണ്ട് ദൈവമായ കർത്താവ് ചെയ്യുന്ന കാര്യം എന്നാണ്, ആ പോരായ്മ മാറ്റുക. ആ ഉടമ്പടി മാറ്റിയിട്ട് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് പറയാണ്, ഇസ്രായേൽ കുടുംബവും യൂദാ കുടുംബവുമായി ഞാൻ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസങ്ങൾ വരുന്നു. പുതിയ ഇസ്രായേൽ കുടുംബവും യൂദാ കുടുംബവുമായി
ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസങ്ങൾ വരുന്നു. ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവരെ കൈപിടിച്ച് നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെയല്ല. അപ്പോൾ പഴയ കാലത്ത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഉടമ്പടി എന്നാൽ മരുഭൂമിയിൽ നിന്ന് അവരെ ഈജിപ്തിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോയത്. എങ്ങനെയാണ് കർത്താവ് കൊണ്ടുപോയത്? കർത്താവ് പറയാണ് കൈ പിടിച്ചാണ് കൊണ്ടുപോയത്. ഇസ്രായേൽ ജനത്തെ കൈ പിടിച്ച് കൊണ്ടുവന്ന്. അതുകൊണ്ടാണല്ലോ അവിടെ വസ്ത്രം കീറിപ്പോയില്ല, അവിടെ ചെരുപ്പുകൾ തേഞ്ഞു പോയില്ല. അവർക്ക് ഭക്ഷണം ആവശ്യത്തിന് കർത്താവ് കൊടുത്തു അല്ലേ? കാടപക്ഷിയെയും മന്നായെയും ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെ ആവശ്യമാണോ അവർക്കെല്ലാം കൊടുത്തു. അതിന് പ്രകാരം കുമ്പളങ്ങ മത്തങ്ങ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനോഹരമായിട്ട് കാണുന്നൊരു കാര്യം അതിലാണ്. ഇന്ത്യയെ കുറിച്ച് പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. ഇപ്രകാരം പറയാണ്, കർത്താവ് ചെയ്യുന്നു, അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല. അപ്പൊ ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവര് അതിൽ ഉറച്ചു നിന്നില്ല. അവരെന്തോ ആ ഉടമ്പടി ലംഘിക്കാനായിട്ട് കാരണമായി ഉടമ്പടി. അതുകൊണ്ട് പറയാണ്, ഞാൻ അതുകൊണ്ട് അവരെ ശ്രദ്ധിച്ചില്ല. അപ്പൊ നമ്മൾ ഉടമ്പടി ലംഘിച്ചാൽ ദൈവം നമ്മളെ ശ്രദ്ധിക്കില്ല. കാര്യം മനസ്സിലായോ? ഇനി മനോഹരമായ ദൃശ്യങ്ങൾ അതിൽ കടന്നു വരുന്നത്. മനോഹരമായ കാര്യം പറഞ്ഞ ഇപ്പോഴാണ്, ഞാനും ദൈവവുമായിട്ട് ഉടമ്പടി സ്ഥാപിച്ചാൽ അവിടെ പാപങ്ങൾ ഞാൻ കരുണ കാണിക്കും. അപ്പൊ ഉടമ്പടി സ്ഥാപിച്ചവനോടാണ് കർത്താവ് കരുണ കാണിക്കുള്ളൂ. ഇപ്രകാരം പറയണെന്ന്, എന്റെ നിയമങ്ങൾ അവിടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവിടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ആലേഖനം ചെയ്തു എന്ന് വെച്ചാൽ കൊത്തിവെക്കും അല്ലേ? കൊത്തിവെക്കും. ഞാൻ എൻ്റെ നിയമങ്ങൾ, എൻ്റെ കൽപ്പനകൾ, എൻ്റെ ചട്ടങ്ങൾ, എൻ്റെ മാർഗങ്ങൾ, 4 കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ പറയുന്നത്. ഒന്ന് കൽപ്പനകൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, നിയമങ്ങൾ അവിടെ ഹൃദയത്തിൽ ഞാൻ കൊത്തിവെക്കും. നമ്മൾക്കെയും ഈ മതലമയോ അല്ലെങ്കിൽ രൂപങ്ങൾ കൊത്തിവെക്കുന്നത് എങ്ങനെയാ? അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനമായിരിക്കും. അടുത്ത് പറയാം, ആരും തൻ്റെ സഹപൗരനോട്, എന്നാൽ വരും തലമുറയോട് ഇത് ദൈവമാണ്, ഇത് യേശു ആണെന്ന് ആരും പറയേണ്ട കാര്യമില്ല. തുടർന്ന് വരുന്ന മനോഹരമായിട്ട് വാക്യം പ്രകാരം പറയാണ്, കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ കുട്ടികൾക്ക് കർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലേ? അപ്പോൾ ഉടമ്പടി എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, കർത്താവിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മക്കൾക്ക് ഇല്ല, നമുക്കില്ല. കാരണം ഉടമ്പടിക്ക് അത്രയും ബന്ധമുണ്ട്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകളല്ല. ആണോ? അല്ല. കൽപ്പനകളോ പ്രമാണങ്ങളാണോ? അല്ല. ഞാനും ദൈവവും തമ്മിലുള്ള വലിയ ബന്ധമാണ്. വലിയൊരു ബന്ധമാണ്. 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കരാറുകൾ ഏർപ്പെടുമ്പോൾ എഴുതി വെച്ച കരാറാണോ വലുത്? അത് രാഷ്ട്ര നേതാക്കന്മാർ തമ്മിലുള്ള വലിയ ബന്ധമാണോ വലുത്? രാഷ്ട്ര നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ് നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കരാറ്. ഞാനും ദൈവം, അത് കർത്താവ് പറഞ്ഞേ, ഞാൻ ഇസ്രായേൽ ജനവും യൂദ കുടുംബവുമായിട്ട് ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. എത്ര മനോഹരമാണ് അത്! ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ അല്ലെങ്കിൽ കാനാൻ ദേശത്തേക്ക് നയിച്ചതുപോലെയല്ല. ആ ഉടമ്പടിക്ക് കുറ്റമറ്റതായിരുന്നില്ല. അതുകൊണ്ട് കുറ്റമറ്റതായ ഒരു ഉടമ്പടി ഞാൻ അവരുമായിട്ട് സ്ഥാപിക്കുന്നു. അതുകൊണ്ട് അവിടെ സഹപൗരന്മാരോ വരും തലമുറയോ എന്നെക്കുറിച്ച് ആരും പഠിപ്പിക്കേണ്ടതില്ല. അവരിൽ ചെറിയവൻ മുതൽ അല്ലേ, അവരിൽ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും അല്ലേ? അപ്പം നമ്മുടെ വീട്ടിലെ കുടുംബങ്ങളെ പിള്ളേർ ഇന്ന് യേശുവിനെ അറിയുന്നുണ്ടോ? പോകുന്നുണ്ടോ? പള്ളിയിൽ പോകുന്നുണ്ടോ? കുർബാന സ്വീകരിക്കുന്നുണ്ടോ? അപ്പം പിള്ളേരിലേക്കാണോ നോക്കേണ്ടത്? കാരണവന്മാരിലേക്കാണോ നോക്കേണ്ടത്? കാരണവന്മാരിലേക്ക്. അതാ പറഞ്ഞ ക്രൈസ്തവ ജീവിതത്തിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ദൈവപ്രമാണങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ, അതിൻ്റെ കൂദാശകൾ നമ്മൾ നിർവീര്യമാക്കരുത്. അങ്ങനെ നിർവീര്യമാക്കാൻ നമ്മൾ അതിനെ ഒരു ലാഘവ ബുദ്ധിയോടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എന്താ വെച്ചാൽ, ഇന്ത്യയിൽ ക്രിസ്ത്യാനി എന്നൊരു കാര്യം ഉണ്ടാവില്ല. കേരളത്തിൽ ഒരു 20-30 വർഷങ്ങൾക്കുള്ളിൽ ക്രിസ്ത്യാനി എന്ന ഒരു കുടുംബം ഈ കേരളത്തിൽ ഉണ്ടാകാൻ ഇങ്ങനെ പോയാൽ ഉണ്ടാവില്ല. കാരണം എന്താ?
സത്യവിശ്വാസം പഠിപ്പിക്കുന്ന 2 മതങ്ങളേ ഉള്ളൂ, അല്ലേ? മൊണൈത്തീസം പഠിപ്പിക്കുന്ന 2 മതങ്ങളുള്ളൂ. ആ മതത്തിൽ ഏറ്റവും ശക്തനായ മതമാണ് ക്രിസ്തു മതം. ഒന്ന് ജൂതമതമാണ്, ഒന്ന് ക്രിസ്തു മതമാണ്. അത് ഏക സത്യ ദൈവത്തെ പഠിപ്പിക്കുന്ന, മറ്റ് മതങ്ങളെല്ലാം ബഹുദൈവത്തെ ആരാധിക്കുന്ന സമൂഹമാണ്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തന പുസ്തകത്തിൽ പ്രകാരം പറയാണ്, എന്താ, ഞാൻ ജീവിതകാലം മുഴുവനും ഈ കർത്താവിൻ്റെ നന്മയെ മറ്റുള്ളവർക്ക് പറഞ്ഞ് പഠിപ്പിക്കും. എവിടെയാണ് പഠിപ്പിക്കുന്നത്? എവിടെ പഠിപ്പിക്കുന്നുണ്ടോ? അല്ലേ? മനോഹര ആ പാട്ടെന്ന് നമുക്ക് പാട്ടിൽ പ്രകാരം പറയാം, നിൻ രാജ്യത്തിൻ മഹിമയവർ മർത്യരെ നിത്യവും അറിയിക്കുന്നുണ്ടോ? മരിച്ചാൽ പോലും നമ്മൾ യേശുവിനെ ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ രക്ഷപ്പെടും. ഹല്ലേലൂയ, അവൻ രക്ഷപ്പെടും. ഒരു ക്രിസ്ത്യാനി ഒരു ജോലി ചെയ്ത് അവൻ്റെ ചേട്ടൻ വിദേശത്ത് പോയേ അനിയനെ കൊണ്ടുപോവോ? ചികന്നവരെ കൊണ്ടുപോയില്ല. കൊണ്ടുപോയി അവൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. അനിയനെങ്ങാനും പോയി രക്ഷപ്പെട്ട് ജോലി കിട്ടിയെന്ന് നോക്കി ചേട്ടനെ കൊണ്ടുപോവോ? അങ്ങനെ ഒരു സഹോദര സ്നേഹമോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കാർന്നോമാർ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം എന്താ, അവർക്ക് ഒരിക്കലും ജ്യേഷ്ഠ സഹോദരന്മാരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ സഹോദരന്മാർ ഭിന്നിക്കുകയും ചിതറിക്കുകയും അവരെ പരിക്കേൽപ്പിക്കുകയും അടിക്കുകയും കുത്തുകയും കൊല്ലുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണം എന്താണെന്ന് വെച്ചാൽ പൂർവികർ ദൈവമായിട്ടുള്ള ഉടമ്പടി വിച്ഛേദിച്ചിട്ടുണ്ട്, നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഉപേക്ഷിച്ചിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതിനെ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. ഹല്ലേലൂയ. കാരണം ഇങ്ങനെ സഭ പോകുകയാണെങ്കിൽ വലിയ നാളുകളൊന്നും ഉണ്ടാവില്ല. സഭ അൽമായർ തന്നെയല്ല, സഭയിലുള്ള ആളുകാർ തന്നെ ഇത് ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമായ കർത്താവ് പറയുന്ന ഒറ്റ കാര്യമാണ്, ഞാനും അവരുമായിട്ടുള്ള ഒരു ഉടമ്പടി ഇതാണ്. ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ വചനങ്ങളും എൻ്റെ ആത്മാവും അവരുടെ ഹൃദയത്തിൽ ഞാൻ ആലേഖനം ചെയ്യും, ഞാൻ അവരുടെ ഹൃദയത്തിൽ കൊത്തിവെക്കും. എവിടെ കിടക്കുന്നത്? ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 31 മുതൽ 33 വരെയുള്ള വാക്യത്തിൽ പ്രകാരം പറയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ അല്ല. അപ്പൊ ഈ യഹൂദ ജനം ചെയ്ത ഉടമ്പടി പോലെയാണോ നമ്മുടെ ഉടമ്പടി? ആണോ? അല്ലല്ലോ. അതുകൊണ്ടാണ് ജൂതന്മാരേക്കാളും യഹൂദ ജനത്തെക്കാളും വ്യത്യസ്തനായിട്ട് മാറുന്നത്. എന്താണെന്ന് വെച്ചാൽ യേശു ക്രിസ്തു എന്നൊരു വ്യക്തിയിലൂടെയാണ് ദൈവം തൻ്റെ ശരീരവും രക്തവും ചിന്തി ഈ ഉടമ്പടി സ്ഥാപിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പറയണം, ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും അവർ എൻ്റെ ഉടമ്പടി ലംഘിച്ചു. വീട്ടിൽ കാരണന്മാർ ഉള്ളപ്പോഴും പിള്ളേർ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താ? കാരണന്മാർക്കും അപ്പനും പിള്ളേർക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഹല്ലേലൂയ. ബന്ധം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ പറയും, അപ്പം പറയാം ഞാൻ അവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ഇല്ല. ഹല്ലേലൂയ. എന്താ? പിള്ളേർക്ക് അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാനുള്ള സ്ഥലം. കർത്താവ് പറയാ, ഞാനും അവരുമായി ചെയ്ത ഉടമ്പടിയുണ്ട്. അത് ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയാണ്. ആ പിതാക്കന്മാരോട് ചെയ്ത ആ ഉടമ്പടി അവരുടെ വരും തലമുറ ഓരോ കൊച്ചു പോലും അത് അനുസരിക്കാനും അത് ഇത് ചെയ്യാനും ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് യൂദാ ഭവനത്തോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. ഹല്ലേലൂയ. പറയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. അവിടെ ആലേഖനം ചെയ്യുന്നു, കുത്തിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഞാൻ നിക്ഷേപിക്കും. അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ഹല്ലേലൂയ. 27 വായിച്ചേക്ക്. ഞാൻ ഇസ്രായേൽ ഭവനത്തിനും യൂദാ ഭവനത്തിനും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനപുഷ്ടി ഉണ്ടാക്കുന്ന കാലം വരുന്നു. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ സന്താനപുഷ്ടി ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ? ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുട്ടികളോടെ പറയേണ്ട കാര്യം,
പണമാണോ വലുത്, കുടുംബമാണോ വലുത്? ഏതായിരിക്കും? കുടുംബമാണ് വലുത്. കുടുംബമാണ് വലുതെങ്കിൽ ഈ പിള്ളേർ, ഈ മാതാപിതാക്കന്മാർ ജനിപ്പിച്ച് വളർത്തിയ മാതാപിതാക്കന്മാരെ വിട്ടിട്ട് വിദേശ രാജ്യത്തേക്ക് പോയാൽ അവസാനം മരിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഒരാഴ്ച കാലം എവിടെ കയറിയിരിക്കണം എന്ന് വെച്ചാൽ ഫ്രീസറിൽ കയറിയിരിക്കണം. അപ്പോൾ പിള്ളേർ പറയും എല്ലാവർക്കും വിസ കിട്ടില്ല, ഞാനും അപ്പനും അമ്മയും വരും എല്ലാത്തിനെയും അടക്കാൻ വേണ്ടി, അല്ലേ? ഒരു പിതാവ് പറയുന്നുണ്ട്, ഒരു പിതാവ് കോട്ടയത്ത് കൺവെൻഷനിൽ പറയുന്നുണ്ട്, എന്നിട്ട് എന്താ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ആരും ഉണ്ടോയെന്ന് അറിയുമോ? ഗവൺമെൻറ് ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കന്മാരെ നോക്കിയില്ലെങ്കിൽ പ്രമാണ കൽപ്പന, 4ാമത്തെ കൽപ്പന ലംഘിക്കുക, അല്ലേ? 4ാമത്തെ കൽപ്പന ലംഘിക്കുക. വല്ല ഓർഫനേജിലോ അല്ലെങ്കിൽ വല്ല വൃദ്ധസദനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ അതിൻ്റെ കൃപ ആർക്ക് കിട്ടും? ഞാൻ ഹോം നേഴ്സിന് കിട്ടും, അല്ലേ? കിട്ടുന്നത് വിദേശത്തു നിന്ന് കാശ് അയച്ചു കൊടുത്ത് നോക്കുന്നതാണോ ദൈവ പ്രമാണം? അത് കടന്നു. ഞാൻ ഓർക്കാണ്, ഞാനൊരു 2017-18 കാലഘട്ടങ്ങളിൽ ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. ക്യാൻസർ ബാധിച്ചെടുക്കുന്ന സിസ്റ്ററിൻ്റെ കുടുംബമാണ്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആരോഗ്യപരം ഭാഗത്താണ്. പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എന്നെ വടക്കഞ്ചേരിയിൽ നിന്ന് കൊണ്ടുവന്നു. എനിക്ക് വണ്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ വടക്കഞ്ചേരി ടൗണിൽ ചെന്നു. ചെറുപുഷ്പത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ഒരു പയ്യൻ വന്ന് എന്നെ കൊണ്ടുപോയി. ഒരു 35-40 വയസ്സുണ്ട് അവൻ. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ അവൻ്റെ സംഭവം പറയാം. അവൻ ഭാര്യയെ നാട്ടിലാക്കിയിട്ട് അപ്പനും അമ്മേനെ നോക്കാൻ വേണ്ടി ഇവൻ നിർത്തിയിട്ട് പോയി. അപ്പോൾ ഇവൻ വിദേശത്ത് ജോലി ചെയ്യും, ഇവളും വിദേശത്തായിരുന്നു, മക്കളും വിദേശത്തായിരുന്നു. പക്ഷേ അപ്പനും അമ്മയ്ക്കും സുഖമില്ലാന്ന് കണ്ടപ്പോൾ എന്തെന്ന് വെച്ചാൽ ഭാര്യയോട് പണി ഉപേക്ഷിക്കാൻ ഇവൻ പറഞ്ഞു. പണി ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് ഇവൻ ഭാര്യയെയും മക്കളെയും കൂടി നാട്ടിലേക്ക് വിട്ടു. അവരിവിടെ വന്ന് ഇവിടെ തറവാട് വീട് അത് പൊളിച്ച് പണിത് ആ മക്കളെ പഠിപ്പിക്കാൻ വിട്ടു, അപ്പനെ അമ്മേനെ നോക്കി. എന്നിട്ടുണ്ടായ സംഭവം പിന്നീട് അപ്പം കിടപ്പിലായിപ്പോൾ ഭാര്യ പറഞ്ഞു, ഇനി ചേട്ടാ നമ്മൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ പയ്യൻ ആ വിദേശത്തുണ്ടായാൽ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവൻ നാട്ടിൽ വന്ന് ഈ അപ്പനെ അമ്മേനെ നോക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അച്ഛൻ വരുന്നുണ്ടെന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അവൻ പറയാ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പണമെന്ന് പറയുന്നത് എൻ്റെ അപ്പനും അമ്മയാണ്. അതാണ് കൃപ. നിങ്ങൾ വയസ്സായിരിക്കുമ്പോൾ, നിങ്ങൾ കിടപ്പിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ പറയാ, അപ്പോൾ അമ്മ ഏതെങ്കിലും ഹോം നേഴ്സിനെ നോക്കിക്കോ, ഏതെങ്കിലും നഴ്സുമാരെ നോക്കിക്കോ, അല്ലെങ്കിൽ ആ ചേച്ചിയോടോ ആ ചേട്ടനോടോ നോക്കാൻ പറഞ്ഞു, ഞാൻ ഇഷ്ടം പോലെ കാശ് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ അവനാണ് ആരെന്ന് വെച്ചാൽ നിങ്ങളുടെ ശത്രു. കാരണം എന്താ? അവൻ നോക്കേണ്ടത് 4ാമത്തെ പ്രമാണം എന്ന് പറയുന്നത് എന്താ? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക. കാരണം കൊച്ചു ചെറുപ്പത്തിൽ ജനിച്ചു വീഴുമ്പോൾ അവനെ വളർത്തിന്ന് എത്രയോ ദിവസം ഒരു കൊച്ച് രാത്രിക്കും പനിയെടുത്ത് വരുമ്പോൾ ഓടിയിട്ടുണ്ടാവും, അല്ലേ? ഇതൊക്കെയും ഒറ്റ ഒരു ജോലിക്ക് വേണ്ടി എല്ലാം മറന്നു കളയാം. അങ്ങനെ മറന്നു കളയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് പ്രമാണലംഘനമാണ്. കേരളത്തിൽ കടന്നു വരുന്ന ഒരു ആലയം ഏതാണെന്ന് പറയുമോ? വില്ലാസ് ആലയങ്ങളാണ്. അത് ആകാശപ്പറവുകൾ അല്ലെങ്കിൽ വൃദ്ധസദനാണ്. പലരും ചോദിക്കുന്നത് വൃദ്ധസദനിലാക്കാൻ പറ്റുമോ? പക്ഷേ വൃദ്ധസദന നിയമമുണ്ട്, മക്കളുണ്ടെങ്കിൽ അവരെടുക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നത് 4ാമത്തെ പ്രമാണം കാരണവന്മാരെ ആദരിക്കാൻ നോക്കണം എന്നാണെങ്കിൽ വിദേശത്ത് ജോലി ചെയ്താലും ജോലി എന്ന പണമല്ല ദൈവമാണ് സർവവും. ഒരു പണത്തിന് വേണ്ടി കുടുംബജീവിതം ഉപേക്ഷിച്ചിട്ട് വിദേശ രാജ്യങ്ങൾക്ക് പോകുന്ന മക്കൾ, അല്ലെങ്കിൽ പഠനത്തിന് പോകുന്ന മക്കൾ, വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകുന്നതോ ജോലി ചെയ്യാൻ പോകുന്ന പിള്ളേർ വീട്ടിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയാണ്, അല്ലാതെ വേറൊന്നിനുമല്ല. അല്ലേ? വീട്ടിൽ നിന്ന് അവർ തെറ്റ് ചെയ്യാൻ കാരണവന്മാർ സമ്മതിക്കില്ല, അവരനുവദിക്കില്ല. അല്ലേ? ഒരു പയ്യൻ എന്നോട് പറഞ്ഞ അവൻ ഭാര്യയെ വിദേശത്തേക്ക് അയച്ചു. അതിനുശേഷം വിദേശത്ത് അവൻ താമസിക്കാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ എല്ലാ ബിസിനസ്സും ക്ലോസ് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യ മറ്റ് പിള്ളേരുടെ കൂടെ ബീറും കഴിച്ച് ബ്രാൻഡിയും കഴിച്ച് ഡാൻസ് ചെയ്യുന്നു, സിഗരറ്റും വലിച്ചുകൊണ്ട് കൊടുക്കുന്നു. അവൻ 1.5 മാസം സഹിച്ചു. 1.5 മാസം സഹിച്ചു. അവൻ ഇത് എന്ത് ചെയ്തു? ഭാര്യ നൃത്തം ചെയ്യുന്നതെല്ലാം ഫോട്ടോ എടുത്തു.
എല്ലാം ഫോട്ടോ എടുത്തിട്ട് അമ്മായിയമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അമ്മയ്ക്ക് അവർക്ക് കാശ് കിട്ടുന്നുണ്ട്. അമ്മായിമ്മ പറഞ്ഞു ഇതൊന്നും പ്രശ്നമല്ല. പണം ഉണ്ടെങ്കിൽ നമുക്ക് പണത്തിൻ്റെ മേലും പരന്ന് പറക്കില്ലെന്ന്. പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ശരീരം ജഡമാണ്. ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ശരീരം ജഡ. നമ്മളെപ്പോൾ മരിക്കുന്ന ഒരു ഉറപ്പുമില്ല. നമ്മൾ നല്ല തടി നല്ല മരങ്ങൾ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും. പക്ഷേ ആ മരം ഒരു കാറ്റത്ത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ കൊതി തീരും. നാം ഓരോരുത്തരും എപ്പോൾ വീഴുമെന്ന് നമുക്കറിയില്ല, ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം പറയാം ഇസ്രായേൽ ജനത്തിനെയും യൂദാ ഭവനത്തിനെയും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനവൃഷ്ടി കാലം വരുന്നു. കർത്താവ് ചെയ്യുന്നു, ഞാൻ അവരെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും ശ്രദ്ധിച്ചതുപോലെ അവരെ പണിതുയർത്താനും നട്ടുവളർത്താനും ശ്രദ്ധിക്കുമെന്ന് കർത്താവ് അരുളി. വീണ്ടും പറയാണ്, പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ആരും ആ നാളുകളിൽ അവർ പറയുകയില്ല. ഓരോരുത്തരും അവനവന്റെ അകൃത്യം നിമിത്തമാണ് മരിക്കുക. ഓരോരുത്തരും അവനവൻ്റെ അകൃത്യ നിമിത്തമാണ് മരിക്കുക. ഇനി സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ മനോഹരമായ ദർശനമുണ്ട്. 12:10 പറയാണ്, ഞാൻ ദാവീദ് ഭവനത്തിൻ്റെ മേലും ഇസ്രായേൽ ഭവനത്തിൻ്റെ മേലും ഞാൻ കൃപയുടെയും പ്രാർത്ഥനയുടെയും ഒരു അഭിഷേകം തരും. അപ്പോൾ തങ്ങളെ കുത്തി മുറിവേൽപ്പിച്ചതിനെ പോലെ നോക്കി ഏകജാതനെ പ്രതി എന്ന ഞാൻ ആ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടനെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും. കാരണം തൻ്റെ അപ്പനും അമ്മേനെ നോക്കാൻ വേണ്ടി ഭാര്യയെയും ചേട്ടൻ്റെയും വിദേശത്തുള്ള ജോലി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ കർത്താവ് അവൻ്റെ കൂടെയുണ്ട്. കർത്താവ് കൂടെ ഇല്ലാതെ ഒരാൾക്ക് ഇങ്ങനെയുള്ള ഒരു വസ്തുക്കൾ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അല്ലേ? ഞാൻ ഓർക്കാണ്, ഒരു 9-10 പിള്ളേരുള്ള ഒരു കുടുംബം. അവന് വിദേശത്ത് അവൻ അവിടുത്തെ കൗൺസിലർ, ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള കൗൺസിലർ. അതെല്ലാം അവൻ ഉപേക്ഷിച്ചിട്ട് മാതാപിതാക്കന്മാരെ നോക്കാൻ വേണ്ടി കേരളത്തിൽ വന്ന് ജീവിക്കുക. നമ്മുടെ പിള്ളേരെന്താ, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ, വിസ കിട്ടിയാൽ ഇവിടുന്ന് പറക്കാൻ വേണ്ടി. പിള്ളേർക്ക് ചിറകുകളില്ലാത്തത് കാരണന്മാരുടെ രക്ഷ. ചിറകുകളുണ്ടായെങ്കിൽ എന്തുണ്ടായേനെ? പിള്ളേർ പറന്നുപോയേനെ. അല്ലേലിയ? പറന്നുപോയേനെ. അല്ലേലിയ? കർത്താവ് നമുക്ക് ചിറക് തരാതെ ഇതിൻ്റെ കാരണം അറിയാം. നമുക്ക് ചെയ്യാൻ പോകുന്ന എല്ലാ മേഖലകളും എല്ലാ കാര്യങ്ങളും കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, യൂദാ ഭവനത്തിൻ്റെ മേലും ദാവീദ് ഭവനത്തിൻ്റെ മേലും ജെറുസലേം ഭവനത്തിൻ്റെ മേലും കൃപയുടെയും പ്രാർത്ഥനയുടെയും ഒരു ചൈതന്യം ഞാൻ പകരും. അല്ലേലിയ? അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. അന്ന് ഹദർമീനെ പ്രതി മെഗിദോ സമുദ്രത്തിലുണ്ടായ വിലാപം പോലെ ജെറുസലേം വിലപിക്കും. ദേശത്തെ ഓരോ ഭവനവും പ്രത്യേകം വിലപിക്കും. ഓരോ ഭവനം നമ്മൾ പണത്തിന് വേണ്ടിയോ നമ്മൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ദൈവത്തെ ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങൾക്കോ മറ്റ് ജോലിക്കോ വേണ്ടി നമ്മുടെ ദേശം വിട്ട് പോയി കഴിഞ്ഞാൽ ആ ദേശം നമുക്ക് അന്യമായിട്ട് തീരും. അല്ലേ? ഞാനത് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കും, എന്താ വെച്ചാൽ ഞാൻ കേരളത്തിൽ രോഗിയായിരിക്കുന്ന ഇഷ്ടംപോലെ ഡോക്ടർമാരെ കണ്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറിൻ്റെ പ്രത്യേകത ഇതാണ്, നമ്മൾ ഏതെങ്കിലും ഒരു രോഗം വന്നിട്ട് ചെല്ലാണെങ്കിൽ ആ ഡോക്ടർ ചെയ്യുന്നത് ഇതാണ്, ഈ രോഗം ശരീരത്തിൽ എങ്ങനെ വന്നു എന്ന് അവൻ കണ്ടുപിടിക്കും, എന്നിട്ട് മരുന്ന് തരുള്ളൂ. അല്ലേ? അതാണ് ഡോക്ടർ. നമ്മൾ ചെല്ലുന്ന വഴി അവൻ ചെല്ലുമ്പോൾ പനിയാണ്, പാരസിറ്റമോൾ എഴുതി, 2 ഗുളിക എഴുതി, പനി മാറി. പിന്നെ നമുക്ക് എന്തായി സന്തോഷം, ആ ഡോക്ടർ ബെസ്റ്റ് ഡോക്ടറാണ്. ആ ഡോക്ടർ ബെസ്റ്റ് ഡോക്ടർ അല്ല. കാരണം എന്താ, എനിക്ക് ഈ രോഗം വന്ന് പനിയോ അല്ലെങ്കിൽ വയറ് സംബന്ധമായ രോഗം വന്നത് എങ്ങനെ വന്നു എന്ന് കണ്ട് എൻ്റെ ശരീരത്തിൽ വാദം വരുന്ന എവിടെയാണ്? ഒരു ബലഹീനത വരുന്നു, അവിടെ രോഗം അല്ലേ? അങ്ങനെ കേട്ടല്ലേ? ഞങ്ങളുടെ നാട്ടിലേക്കും പറയും വാദം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ എവിടെയോ ബലക്ഷയമുണ്ട്, അല്ലാതെ വരില്ല. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നഷ്ടപ്പെട്ട് നമ്മൾ ബലക്ഷയം വരുമ്പോഴാണ് രോഗം കടന്നു വരുന്നത്. ആ ഡോക്ടറിൻ്റെ പ്രത്യേകത, ആ ഡോക്ടർ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ശമനത്തിന് വേണ്ടി തന്നാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഡോക്ടർ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ വിധേയരാക്കി ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മുടെ കുടുംബത്തിൻ്റെ ഹെറിഡിറ്ററി കംപ്ലീറ്റ് എടുത്ത് കാരണവന്മാർക്കുണ്ടോ അമ്മയ്ക്കുണ്ടോ അല്ലെങ്കിൽ ചേട്ടനിയന്മാർക്കുണ്ടോ എന്ന് നോക്കിയിട്ടാണ്
ഈ രോഗം ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവൻ മരുന്ന് തരുന്നു. അതാണ് ഡോക്ടർമാർ. നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് വരുന്ന രോഗമാണെങ്കിൽ അത് മാറ്റിയിരിക്കണം. മദ്യപാനം പാരമ്പര്യമാണോ? മദ്യപാനം പാരമ്പര്യമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിച്ചു നോക്ക്. നമ്മുടെ കുടുംബത്തിൽ ഒരു അപ്പൻ ഒരു 55 വയസ്സ് വരെ മദ്യം നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ അപ്പൻ എത്ര വയസ്സിൽ കഴിച്ചോ അത് കഴിയുമ്പോൾ മകൻ കുടിച്ചു കൊടുക്കും. ഇഷ്ടംപോലെ സംഭവങ്ങളും ഞാൻ പറയാം. അമിതമായ മദ്യപാനം കുടുംബത്തിലുണ്ടെങ്കിൽ അത് പ്രമാണ ലംഘനമാണ്. അത് ഹെറിഡിറ്ററി. അപ്പം ഞാൻ മണ്ണാർക്കാട് ഒരു എക്സൈസ് CI ക്ലാസ് എടുക്കാൻ വന്നു. ആ CI ക്ലാസ് എടുക്കാൻ വന്ന CI പറയുന്നൊരു കാര്യമാണ്, മദ്യപാനം നമ്മൾ ഹെറിഡിറ്ററി ആണെന്ന് നിങ്ങൾ ചിന്തിക്കില്ല, അത് ഹെറിഡിറ്ററി ആണ്. ആ മനുഷ്യൻ പറഞ്ഞത് പ്രകാരം എൻ്റെ വീട്ടിൽ ഒരിക്കലും കുട്ടികൾക്ക് TV മേടിച്ചു കൊടുത്തോട്ടില്ല. അവർക്ക് പന്ത് മേടിച്ചു കൊടുക്കും, ചെസ്സ് മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പാമ്പും കോണിയും മേടിച്ചു കൊടുക്കും, അങ്ങനെയുള്ള വസ്തുക്കൾ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും, മൈൻഡ് അവർക്ക് വർക്ക് ചെയ്യും. അല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേർക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ എന്താണ്? TV, മൊബൈല്, ടാബ്, കമ്പ്യൂട്ടർ, എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കും. അല്ലേ? എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ പിള്ളേർക്ക് എന്താ മാനസിക രോഗമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുക്കുക. പിള്ളേർക്ക് ഭക്ഷണം വേണ്ട. കാരണം എന്താ, അവനൊരു 10-13 മണിക്കൂർ ഈ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഇരുന്ന് അവന് കമ്പ്യൂട്ടർ ഭ്രാന്തായിട്ട് മാറി. സോഷ്യൽ മീഡിയ, ഞാൻ 4 പിള്ളേർ ഇവിടെ വന്നു, അവൻ്റെ 12-13 മണിക്കൂർ അവർ 2 വർഷമായിട്ട് ലീവ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലേ? ആ ഡോക്ടർ പറഞ്ഞ്, എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞ്, ഫാദർ ഇത് ഹെറിഡിറ്ററിയാ. നിങ്ങൾ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ മാർപ്പാപ്പ പറഞ്ഞത്, ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞു, TV എന്താ പിശാചിൻ്റെ പേടകമാണ്. കാരണം എന്താ, നമ്മൾക്ക് മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല. ഇനി ഉണ്ടാകുന്ന കാര്യം, ഇത് സാധനങ്ങൾ ഈ സീരിയലും സിനിമയൊക്കെയും കണ്ടിട്ട് എന്ത് ചെയ്യും, നമ്മുടെ പിള്ളേരെ ഈ 2 മാസം പിള്ളേർ സർവത്ര സാധനം കണ്ടതിന് ശേഷം സ്കൂളിലേക്ക് വിടും. സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റുമോ? സ്കൂളിൽ പഠിപ്പിക്കുന്ന സാധനങ്ങൾ കയറാത്തതിൻ്റെ കാരണം എന്താ? വേറെ സാധനം കയറിയിരിക്കുക. സിസ്റ്റർ പറഞ്ഞ കാര്യം, വേറെ സാധനം കയറിയിരിക്കുക. അല്ലേ? നമുക്ക് വീട്ടിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പിക്കും കൊടുക്കുന്നത്, സ്റ്റെപ്പ് അപ്പിന് ബാറ്ററി ഉണ്ട് അല്ലേ? ആ ബാറ്ററിക്ക് എന്താ, സെല്ലുകൾ കേടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കയറില്ല. ഈ 2-2.5 മാസക്കാലം നമ്മൾ പിള്ളേർക്ക് ഈ സാധനം TV ഇതെല്ലാം കൊടുത്ത് അവരിങ്ങനെ കണ്ട് നമ്മുടെ ഈ ബുദ്ധിയുടെ സെല്ലുകളിലെല്ലാം കയറി ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അത് ഡിലീറ്റ് ചെയ്യണം. മൊബൈലിൽ സാധനങ്ങൾ കയറി കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് ഡിലീറ്റ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ എന്താ, ഹാങ്ങായിപ്പോവും. അല്ലേ? മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാതെ കാരണവന്മാർ ടച്ച് ഫോണൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത് ഹാങ്ങായിപ്പോവും. പിള്ളേരുടെ കൊടുക്കുമ്പോൾ ഹാങ്ങായി പോകുന്നതിന് കാരണം അതിലെല്ലാം ഒന്ന് നിറയുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്നിനെയും ഒഴിവാക്കിക്കൊണ്ടിരിക്കണം. അല്ലേ? വിദേശ രാജ്യത്ത് കുവൈറ്റിൽ നിന്നൊരു പെങ്കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു. അവളിപ്പോൾ പോളണ്ടിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് ഈ സോഷ്യൽ മീഡിയ ഡെവിൾ സിനിമ, കൊറർ സിനിമകൾ, 85% മാനസികമായിട്ട് ഒരു വിഭ്രാന്തി വന്നു. ഇവിടെ ലൈവ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിദേശത്ത് അവർ പങ്കെടുത്തു, 9 തവണ പങ്കെടുത്തു. ആ കുട്ടി ആ അസുഖത്തിൽ നിന്ന് മാറി. അതിനുശേഷം ഇവിടെ വന്ന് അവർ സാക്ഷ്യപ്പെടുത്തി. അതിനുശേഷം 12ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ പോളണ്ടിൽ അവൾക്ക് MBBSന് സീറ്റ് കിട്ടി. അവൾ പഠിക്കുക. കഴിഞ്ഞ വർഷം അവൾ വന്നു. ഈ വർഷം ജൂലൈയിൽ അവർ വരാനിരിക്കുക. അവർ പറഞ്ഞു ഈ ആലയത്തിൽ വരാതിരിക്കുക. കാരണം ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവർ പറഞ്ഞു, എൻ്റെ പെൺകുട്ടിക്ക് ഒരു മാനസിക രോഗം വന്നാൽ പിന്നെ ഒരിക്കലും ആ കൊച്ചിൻ്റെ ജീവിതം ഉണ്ടാകില്ല. അപ്പോൾ ഈ നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞ് ലോക്ക്ഡൗൺ ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് വന്നു. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. കൊച്ചിനോട് നമ്മൾ ഫോണിലൂടെ തന്നെ സംസാരിച്ചു. അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു, സംസാരിക്കാൻ പറഞ്ഞു, അനുദപിച്ചു. ആ മേഖല മാറി. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ 28-ാമത്തെ തിരുവചനം പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുന്നത്. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി പാനം ചെയ്യുന്നത് വരെ ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്നും ഞാൻ വീണ്ടും കുടിക്കുകയില്ല. അപ്പം നമ്മുടെ പിള്ളേരോ കാരണവന്മാരോ ജീവിത പങ്കാളിയോ ഇത് കുടിക്കാതെ നടന്നിട്ടുണ്ട്, കഴിക്കാതെ നടന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെത്തുമോ?
അത് ഇടതടവില്ലാതെ ഭക്ഷിക്കണം. അല്ലെങ്കിൽ ഇടതടവില്ലാതെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസമല്ല, സാധിക്കുന്നിടത്തോളം ദിവസം. പഴയകാല ജീവിതത്തിൽ നമുക്കറിയാം, കുടുംബത്തിലെ എല്ലാവരും എന്ത് ചെയ്യും, രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോവാം. പള്ളിയിലെ കഴിഞ്ഞാണ് പിന്നെ ഒരു ജീവിതം ഉള്ളൂ. ഇന്നെന്താ, പള്ളിയില്ല, ബാക്കി എല്ലാ ജീവിതവും ഉണ്ട്. അതാണ് കുടുംബം തകരുന്നത്. കുടുംബം തകരുന്നതിൻ്റെ കാരണം അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. അതുതന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 51-ാമത്തെ തിരുവചനം. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ആരെങ്കിലും ഹല്ലേലൂയ. അവ സ്വീകരിക്കാത്തവരുണ്ടാകുമെന്ന് ദൈവത്തിന് ഉറപ്പായിട്ട് അറിയാം. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്താൽ അവൻ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയുസ് കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മരണം നമ്മൾ കൺമുമ്പിൽ വരുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞാലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ശരീരം വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുർബാന കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഓടരുത്, ഒരു ദേവാലയത്തിൽ നിന്ന് ഓടരുത്. കാരണം എന്താ, ഈശോ നമ്മളെ വിശുദ്ധീകരിക്കുന്ന സമയം കുർബാന കഴിഞ്ഞുള്ള 15 മിനിറ്റ് നേരം. ആ 15 മിനിറ്റ് നേരം ഹല്ലേലൂയ. കത്തോലിക്ക തിരുസഭയിലെ ഇഷ്ടംപോലെ ആൾക്കാർ കുർബാന അർപ്പിക്കുന്നുണ്ട് അല്ലേ, ഉണ്ടല്ലോ. രോഗം കുറയുന്നുണ്ടോ? അപകടം കുറയുന്നുണ്ടോ? ഉണ്ടോ? അനർത്ഥം കുറയുന്നുണ്ടോ? ഒരു പ്രൊവിൻഷ്യൽ സിസ്റ്ററിനോട് ചോദിച്ചാൽ, അച്ഛൻ ഞാൻ രോഗിയായിട്ട് മരിക്കാൻ കിടന്നത് 2013 രോഗിയായിട്ട് മരിക്കാൻ കിടന്നപ്പോൾ ഞാൻ സഭയുടെ പ്രബോധനങ്ങൾ പഠിച്ചു. ആ പ്രബോധനങ്ങളിൽ ജോൺ നബുസിയ, അതുപോലെ പാദ്രിപ്പിയോ, അത് ജോൺ മരിയ വിയാനി, ബ്രിട്ടോ, അതുപോലെ തന്നെ ബെനഡിക്റ്റ്, ഇവരുടെ ജീവിതമൊക്കെ പഠിച്ച അവർ 10-15 മിനിറ്റ് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, കുർബാനയ്ക്ക് മുമ്പ് ഒരു 2:30-1 മണി നേരത്തെ എഴുന്നേറ്റാൽ കുർബാന വരെ പ്രാർത്ഥിക്കുക. അല്ലേ, കുർബാന വരെ പ്രാർത്ഥിക്കുക. അവർക്കെന്താ, അതിൻ്റെ ശക്തി മനസ്സിലായി. കുർബാന മാത്രം കണ്ടതുകൊണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്, കുർബാനയ്ക്ക് മുമ്പുള്ള ഒരുക്കം ആവശ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം വന്നാൽ പെട്ടെന്ന് കല്യാണം നടത്താൻ പറ്റുമോ? കല്യാണത്തിന് എന്താ, അത് ഒരുക്കം ആവശ്യമാണ്. അല്ലെങ്കിൽ എത്രയോ ദിവസം ഒരുങ്ങിയാൽ മാത്രമേ ഒരു ദിവസത്തെ പരിപാടി ചെയ്യാൻ പറ്റും, അല്ലേ? ഒരു ദിവസത്തെ പരിപാടി. അതിനുശേഷം ഈ വിശുദ്ധന്മാർ 3 മണിക്കൂർ പ്രസംഗിക്കും. 3 മണിക്കൂർ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ രോഗികളെ സുഖപ്പെടുത്തുന്നത് മാത്രമല്ല, മരിച്ചവരെ കുഴിമാടത്തിൽ നിന്ന് ഉയർത്തി എഴുന്നേൽപ്പിക്കും. അല്ലേ? അതിനുള്ള സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, കാണാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വീണ്ടും പറയുന്നത്, പല ആവർത്തി പറഞ്ഞത്, ഈ അപ്പം ഭക്ഷിച്ചാൽ എന്നേക്കും ചെയ്യും. പറയാ, എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയുമെന്ന് ചോദിച്ചു. യേശു വീണ്ടും പറഞ്ഞു, സത്യമായി പരാതി ഉണ്ടായിട്ടും ഇടവകയിൽ പരാതി ഉണ്ടെങ്കിൽ അച്ഛന്മാരെന്ത് ചെയ്യും? പരാതി പരിഹരിക്കുക, അല്ലേ? പരാതി പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ശിഷ്യന്മാർ പരാതി പറഞ്ഞിട്ട് ഈശോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ മനുഷ്യപുത്രന്റെ ശരീരം മനുഷ്യപുത്രനെ ഒന്നുകൂടി കടിപ്പിച്ച് പറയാം, മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. 51 തൊട്ട് അങ്ങോട്ട് വായിക്കുക, എല്ലാം അതിനെക്കുറിച്ചാണ് പറയണത്. 50 തൊട്ട് ഈശോ വീണ്ടും വായിക്കുക. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം, ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. 55 വായിക്കുക. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. ഒരു പയ്യൻ 5 അപ്പവും 2 മീനും കൈ പിടിച്ചിട്ട് ചെന്ന സംഭവമാണ് ഈ പറയുന്നത്, അല്ലേ? ഒരു പയ്യൻ കർത്താവിൻ്റെ വചനപ്രഘോഷണം നടക്കുന്ന സ്ഥലത്ത് ഒരു പയ്യൻ ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കി ജനം കണ്ടവാനോ തിങ്ങിക്കൂടുക. കർത്താവിൻ്റെ വചനം പറഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് പറയുമോ? തിക്കിക്കൂട്ടി എന്നാണ് പറയണത്. ജനം തിക്കിക്കൂട്ടി. ഇപ്പോൾ നമ്മുടെ കൺവെൻഷനൊക്കെ നടത്തി എങ്ങനെയുണ്ട്? ആളുകളെല്ലാം വിളിച്ചു വരുത്തണം, അല്ലേ? കൺവെൻഷന് മുമ്പ് ഒരു 2 മാസക്കാലം മൊബൈലിലും സോഷ്യൽ മീഡിയയിലും സാധനങ്ങൾ അയക്കുക. കർത്താവിൻ്റെ കാലത്ത് അങ്ങനെ ഒന്നും വേണ്ടായിരുന്നു. കർത്താവ് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ജനം തിക്കിക്കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ങിക്കൂടി, അത്രമാത്രം കൂടി, അല്ലേ? അവനൊന്ന് സ്പർശിക്കാൻ അവൾ തരം നോക്കിയിരുന്നു. കാരണം അടുത്തെത്താൻ പറ്റില്ല.
ഹല്ലേലൂയ. പ്രധാനമന്ത്രി വരുന്ന സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രപതി വരുന്ന സമയത്ത് വേലി കെട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. കർത്താവ് അങ്ങോട്ട് വരുന്ന സമയത്ത് അവർ ജനം രോഗശാന്തി ആവശ്യമായിട്ടുള്ളവരെല്ലാവരും അവർ തിങ്ങിക്കൂടി വന്നു. പക്ഷേ ഒരാൾ ശരീരത്തെ തൊട്ടാൽ അപ്പം അറിയാം. കാരണം അവനിൽ നിന്നും ശക്തി നിർഗമിച്ചു. ക്രിസ്ത്യാനികൾക്ക് നമ്മുടെ ശരീരത്തിൽ ശക്തി ഉണ്ടാവും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വീണ്ടും പോകാം ഹെബ്രായർക്കാർക്ക് ലേഖനത്തിൽ 8:12-13 പറയുകയാണ്, ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത കുടുംബത്തിലെ വ്യക്തികൾ ഏതെങ്കിലും വിധത്തിൽ പ്രമാണം ലംഘിക്കപ്പെട്ടാൽ പോലും, കൽപ്പന എന്ന് പറഞ്ഞ പാപം ചെയ്താൽ പോലും കർത്താവ് അവനോട് കരുണ കാണിക്കും. ഇല്ലേ? ഒന്ന് വായിച്ച്. അവരുടെ അനീതികളുടെ നേർക്കും ഞാൻ അവരുടെ അനീതികൾക്ക് നേരെ ഞാൻ കരുണയുള്ളവനായിരിക്കും. അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. ഒരിക്കലും ഓർക്കുകയില്ല. ഞായറാഴ്ച പരിശുദ്ധ കുർബാന ആചരിക്കണം. പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കണം. ഞായറാഴ്ച ദിവസം നമ്മൾ കർത്താവിൻ്റെ ദിവസമാണ്. വലിയ സാബത്തല്ല, അത് കർത്താവിൻ്റെ ദിവസമാണ്. കാരണം എന്താ? മരണത്തെയും സാത്താനെയും പാപത്തെയും ഇല്ലാതാക്കിയ ദിവസമാണ്. അന്ന് പർച്ചേസിങ്ങിന് പോകരുത്. ഇന്ന് നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ എല്ലാവരും പർച്ചേസിന് പോകുന്ന ഒരു ദിവസം എന്നാ? ഞായറാഴ്ച ദിവസങ്ങൾ നമ്മൾ പർച്ചേസിന് ചെല്ലുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തി മൂലം ദൈവത്തെ നമ്മൾ നിഷേധിക്കുകയാണ്. അല്ലേ? യൂദാസ് ഒരു 30 വെള്ളിക്കാശിന് വേണ്ടിയാണ് ഈശോയെ ഒറ്റുകൊടുത്തത്. ദൈവപ്രമാണങ്ങൾ ലംഘിക്കപ്പെടുന്നവർ യൂദാസിന് തുല്യരാണോ? ആണോ? ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പർച്ചേസിങ്ങിന് പോകരുത്. കാരണം നമ്മുടെ കർത്താവിൻ്റെ ദിവസമാണ്. ഞാൻ ഓർക്കാണ് SLC പരീക്ഷ ഒരു ശനിയാഴ്ച വെച്ചപ്പോൾ 7th ഡേക്കാർ കോടതിയിൽ പോയി. 7th ഡേക്കാർ അവർക്ക് അനുവാദം കിട്ടി. അവർ പറഞ്ഞു ഞങ്ങളുടെ സാബത്താണ്. തൃശ്ശൂരും ഈ ഒറ്റപ്പാലം സൈഡിലൊക്കെയും 7th ഡേക്കാറുണ്ട്. നാളെ നമ്മുടെ SLC പരീക്ഷ +2 പരീക്ഷ ഞായറാഴ്ച വെക്കാണ്. ആരെങ്കിലും കോടതി പോവോ? ആരെങ്കിലും പോവാണെങ്കിൽ അവൻ്റെ മെക്കിട്ട് കയറും. കാരണം വെള്ളിയാഴ്ച മാംസം വർജിക്കണം. കാരണം നമ്മുടെ സുഖത്തിന് വേണ്ടി പാപം ചെയ്യാൻ പോയ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ കൃപ നഷ്ടപ്പെട്ടു. വെള്ളിയാഴ്ച മാംസം എന്ന് പറഞ്ഞാൽ സാത്താന് ഏറ്റവും ഇഷ്ടമുള്ളത് ജഡത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഭക്ഷണപദാർത്ഥങ്ങളോട് നമുക്ക് ആർത്തി ഉണ്ടാകരുത്. ഞാൻ ഓർക്കാണ് ഇവിടെ ഒരു കുർബാനക്കുള്ളപ്പാട് നടത്തി. ഒരു ഡോക്ടറിൻ്റെ മക്കളുടെ കണ്ട അവരെയാ തിന്നിട്ടും തീരുന്നില്ല. ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കാം. ഞാനൊരു കല്യാണം ഈ പാലക്കാടുള്ള സമയത്ത് ഒരു ഇടവകയിൽ 1200 രൂപയ്ക്ക് ഒരു പ്ലേറ്റ്. 1200 രൂപ. ഇതൊക്കെ തീർക്കാൻ പറ്റുന്നതല്ല. ആ പത്രോസേട്ടനെ കൊണ്ടുവന്നില്ല. തൃശ്ശൂരുള്ള പത്രോസേട്ടനെ കൊണ്ടുവന്ന് തീരും. നമ്മളൊന്നും 1200 പോയിട്ട് 200 പോലും കപ്പാസിറ്റി ഇല്ല. അപ്പം മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ കൊച്ചിൻ്റെ ദിവ്യ കുർബാനയാണെങ്കിലും വിഭാഗമാണെങ്കിലും ആഘോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലെ മതപരമായ ആഘോഷങ്ങൾ കുറച്ചിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥന കുറച്ചിട്ട് ആഘോഷങ്ങൾ കൂട്ടണം. ഇന്നെന്താ ഗാനമേള, സിനിമാറ്റിക് ഡാൻസ്, എന്തെല്ലാം പരിപാടിയാണെന്ന് പറയാം. തലേ ദിവസം തൊട്ട് തുടങ്ങാണ്, വെള്ളടിയും തുടങ്ങാണ്. തലേ ദിവസത്തെ കല്യാണത്തിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതും ഏറ്റവും കൂടുതൽ വെള്ളടിയും ചീട്ടുകളിയും നടക്കുന്നു. ചീട്ട് കളിക്കുന്ന വരൻ പോലും പിറ്റേ ദിവസം നല്ല കിക്കായിട്ട് വന്ന കല്യാണം നടത്തും. നമ്മുടെ ആഘോഷങ്ങളിലേക്ക് ആയിക്കഴിഞ്ഞു. കാരണം ദൈവത്തെ നമ്മൾ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ജെറമ്യ പ്രവാചകനോട് ഇപ്രകാരം പറയുന്നുണ്ട്. എന്താ എനിക്ക് 29 കാളയെ കൊല്ലുന്നു, ആ വീട്ടിൽ പോയി നീ ചെയ്ത നിൻ്റെ ജന്മത്തിൽ നിൻ്റെ പാപം ഞാൻ പൊറുക്കില്ലെന്ന്. വായിച്ചിട്ടുണ്ടോ? ഇല്ലേ? വായിച്ചിട്ടില്ലേ? അല്ലേ? സ്നേഹമുള്ളവരെ, ഈ ഈശോ കുർബാന സ്ഥാപിക്കുന്ന എപ്പോഴാണ്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അല്ലേ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ സ്ഥാപിച്ചത്. അപ്പോൾ ഭക്ഷണവും കുർബാനയും ഒന്നാണോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കണം. ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കണം. അപ്പോൾ ഭക്ഷണവും കുർബാനയും ഒന്നാണോ?
ഒരു വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുർബാന സ്വീകരണത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം എവിടെയാണ് വേണ്ടത്? എവിടെയാണ് വേണ്ടത്? കുർബാനയില്ല. എന്നോടേക്ക് പറഞ്ഞ പലരും വന്ന് പറയാം, അച്ഛാ 3/4 മണിക്കൂർ കൊണ്ട് തീർത്തന്നെ, കാരണം അവിടെ പരിപാടിയാണ്. ഞാൻ ഇവിടെ 2 ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടി, എനിക്ക് മനോഹരമായിട്ട് തോന്നി. അതിൽ പ്രകാരമാണ് 10:30 തൊട്ട് 11:30 വരെ കുർബാന, 11:30 തൊട്ട് 2:30 വരെ സദ്യയാണ്. അല്ലേ? കാര്യം എനിക്ക് മനസ്സിലായി. എന്താണെന്ന് അറിയാം, 10:30 നടന്നിരിക്കണം. എന്തായിരിക്കും? മുഹൂർത്തം. കല്യാണം 2 ബ്ലോക്കായി. ശുശ്രൂഷയിലേക്ക് താല്പര്യമുള്ള മനുഷ്യരാണ്, നല്ല ക്രൈസ്തവരാണ്, നല്ല വിശ്വാസികളാണ്. അല്ലേ? ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഈ 10:30 to 11:30 കല്യാണം നിർബന്ധമായിട്ട് നടന്നിരിക്കണം എന്ന് പറഞ്ഞാൽ, അച്ഛാ ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, അച്ഛൻ ചിന്തിക്കരുത്, തെറ്റിദ്ധാരണം പറയരുത് അച്ഛാ. ഹോള് 12:30 തൊട്ട് 2:30 ഒഴിഞ്ഞു കൊടുക്കണം. ഇത് മുഹൂർത്ത. ചേട്ടൻ എവിടെ പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഈ 10:30ക്കും 11:30ക്കും ഇടയ്ക്ക് കല്യാണം നടത്തിയാൽ അത് സുഖകരമായിരിക്കും. ഇപ്പം എന്താ കഴിഞ്ഞാൽ 2 വീട്ടിലാണ് താമസിക്കുന്നത്, 2 വീട്ടിലാണ്. അല്ലേ? രണ്ടാമത്തെ ചേട്ടനോട് അതേപോലെ തന്നെ ചോദിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, അല്ല, ആ ചേട്ടൻ അവിടെ ഒരു ഇതും കൂടി ഇരുന്ന്, അത് എന്താ പറയുക, ഇംഗ്ലീഷ് മാസം ഇട്ടുണ്ട്, മലയാളം മാസം ഇട്ടുണ്ട്. രക്ഷപ്പെടുമോ? ആദ്യത്തെ പയ്യന് വാദസംബന്ധമായിട്ട് തളർന്നു പോയി. സ്നേഹമുള്ളവരെ, ആഭിചാര പ്രവൃത്തികളിലേക്ക് പോകരുത്, നിൻ്റെ കുടുംബം ഇല്ലാതാകും. ഈശോ ഈ ലോകത്തിൽ വന്ന് പഴയ ഉടമ്പടി സ്ഥാനത്ത് പുതിയ ഒരു ഉടമ്പടി സ്ഥാപിച്ചതിൻ്റെ കാരണം ഈശോ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പഴയ ഉടമ്പടി ശാശ്വതമല്ലായിരുന്നു, അതുകൊണ്ട് പുതിയ ഉടമ്പടി ശാശ്വതമാക്കാൻ വേണ്ടിയ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. അവൻ പാപം ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ദൈവപുത്രനായിരുന്നു. മനുഷ്യരായ നമ്മൾ ഒരിക്കലും പാപരഹിതമായിട്ട് ജീവിക്കാൻ നമുക്ക് അസാധ്യമാണ്, അല്ലേ? അസാധ്യമാണ്. പാപരഹിതമായിട്ട് അവൻ ജീവിച്ചതിൻ്റെ കാരണം അവൻ്റെ ശരീരം ദൈവത്തിൻ്റെ 100% ദൈവികത നിറഞ്ഞിരുന്നു, 100% മനുഷ്യകത നിറഞ്ഞിരുന്നു. അല്ലേ? ദൈവികത ഉള്ളതുകൊണ്ട് പിശാചിന് അവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. അല്ലേ? നമ്മൾ 100% മനുഷ്യരാണ്, പക്ഷേ ഒരു 50% ദൈവികത ഉള്ളെങ്കിൽ സാത്താൻ അവൻ്റെ പ്രവർത്തനം. അല്ലേ? ഒരു 60-70% നമ്മൾ മാനുഷികമായിട്ടല്ല ദൈവികമായിട്ടാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ ഒരിക്കലും ഒരു പിശാചിന് കയറാൻ സാധിക്കില്ല. അല്ലേ? 100%-ൽ 60-65% ആത്മീയത നമ്മൾ കൈമുതലാക്കണം. എഴുന്നേറ്റ് ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ നാമത്തിൽ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന കർത്താവിനെ ആരാധിക്കട്ടെ, മനസ്സ് തുറന്ന കർത്താവിനെ ആരാധിക്കട്ടെ, സർവശക്തിയോടും കൂടി കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബിനെ ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേലിന് ക്ഷുദ്രബുദ്ധി വലിക്കില്ല. ദൈവം പ്രവൃത്തി കാണുമെന്ന് യാക്കോബിന് ഇസ്രായേൽ സംഖ്യ 23:21 വെച്ച് പ്രാർത്ഥിക്കുന്നു. യാക്കോബിന് ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേലിന് ക്ഷുദ്രബുദ്ധി വലിക്കില്ല. ദൈവം പ്രവർത്തിച്ച് കാണുമെന്ന് യാക്കോബിന് ഇസ്രായേൽ സംഖ്യ 23:21 വെച്ച് പ്രാർത്ഥിക്കുന്നു. യാക്കോബിന് ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേലിന് ക്ഷുദ്രബുദ്ധി വലിക്കില്ല. ദൈവം പ്രവർത്തിച്ച് കാണുമെന്ന് യാക്കോബിന് ഇസ്രായേൽ സംഖ്യ 23:21 വെച്ച് പ്രാർത്ഥിക്കുന്നു. അവന്റെ മുറിവിനാൽ നിങ്ങൾ സകലരും 1 പത്രോസ് 2:24 വെച്ച് പ്രാർത്ഥിക്കുന്നു. മരുന്ന് ലേവനൻസില സത്യവചന വചനമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 16:12 വെച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ രോഗിയുടെ മേൽ കൈവയ്ക്കും, സൂര്യർക്ക് മർക്കോസ് 16:18 വെച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയും രക്ഷയും രാജ്യവും വെളിപാട് 12:10 വെച്ച് പ്രാർത്ഥിക്കുന്നു. മത്തായി 8:16-17 വെച്ച് പ്രാർത്ഥിക്കുന്നു. സായാഹ്നമായപ്പോൾ അനേക പിശാചുബാധിതർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ രോഗികളെ സുഖപ്പെടുത്തി പിശാചുകളെ രക്ഷിക്കുകയും. മത്തായി 8:16-17 വെച്ച് പ്രാർത്ഥിക്കുന്നു. മത്തായി 17:18 യേശുവിനെ ശാസിച്ചു, പിശാച് അവനെ വിട്ടുപോയി, തൽക്ഷണം ബാലൻ സുഖമച്ചു. മത്തായി 17:18 വെച്ച് അപസ്മാര രോഗങ്ങൾ, തലവാദ രോഗങ്ങൾ, സ്ട്രോക്ക് സംബന്ധമായ രോഗങ്ങളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി രക്ഷയും രാജ്യവും
അവിടുത്തെ അഭിഷേകത്തിന്റെ അധികാരമാകുന്നു. വെളിപാട് 12:10 പേജ് പ്രാർത്ഥിക്കുന്നു. അല്ലെ ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾ താഴെ നിന്ന് എന്തെന്നാൽ ശത്രുവായി പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു. 1 പത്രോസിന്റെ 5:7-10 പേജ് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അപ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയുടെ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്ക് 6:10-17 പേജ് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, പിടിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനെ പാറയാവുന്നു, പാറമേ സഭ സ്ഥാപിക്കും, നരകോദര പ്രവൃത്തിയില്ല, സ്വർഗ രാജ്യത്തിന്റെ താക്കോൽ ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നില്ല, സ്വർഗത്തിലും കെട്ടപ്പെടുന്നു, ഭൂമിയിലേക്ക് സ്വർഗത്തിലും അഴിക്കപ്പെടും. മത്തായി 16:14-19 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 10:19 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 10:17 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 4:18 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. പാപങ്ങളുടെയും തേളുടെയും ശത്രുക്കളുടെ സകല ലൂക്ക 10:19 വെച്ച് നിങ്ങൾ ലോകമങ്ങ് പോയി സകല ശത്രുക്കളുടെ സുവിശേഷം പ്രസംഗിക്കും, ആരോഗ്യപ്പെടും, ശ്രദ്ധിക്കാത്തവരെ ശിക്ഷിക്കപ്പെടും, വിശ്വസിക്കുന്നവരുടെ അടയുണ്ടാവും. അവർ എന്റെ നാമത്തിൽ പിശാചുകളെ ഭരിക്കുകയും അവർ പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാറിയോ തുടിച്ചാലും ഉപദ്രവിക്കില്ല, അവർ രോഗിയുടെ മേൽ കൈകൾ വയ്ക്കും. മർക്കോസ് 14:19 വെച്ച് പൗരോഹിത്യത്തിന്റെ അദ്ദേഹത്തിൽ സഭാപിതാക്കന്മാരുടെ കൂട്ടായ്മയിൽ, അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിൽ, പാലക്കാട് രൂപത പീറ്റർ പിതാ ജേക്കബ് പിതാവിനെയും ഈ രൂപതയിലെ എല്ലാ വൈദികരുടെ ആത്മീയ കൂട്ടായ്മയിൽ പിതാക്കന്മാരെ ജോൺ പുത്തകനെ, ഷിജോ മാമറലിനെ, ജിജോ ചാലക്കലിനെ പകരം ത്രിത്വത്തിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ, പൈശാചിക പീഡകളെ, ആധിപത്യ ത്രിത്വം ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നിത്യനരകത്തിൽ നിബന്ധിക്കുന്നു.